നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ ഇന്നത്തെ കഥയൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെങ്കിലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നാളെ നമ്മൾ കാണുന്ന ഒടുവിൽ വേണുഗോപാലിന് കട്ടക്കലിപ്പായി. ഇന്ദ്രൻ വന്ന് വിളിക്കുന്ന പോലെയാണ് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുന്നത്. അമ്മയും മകനും കൂടെ ഒത്തോണ്ടുള്ള കളിയാണ്. അവളെ താൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാന് അവള് തന്നോട് പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുക. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ് ലക്ഷ്മി ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് ലക്ഷ്മി എവിടെ താമസിക്കുന്നതെന്നൊക്കെ കണ്ടുപിടിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് അവിടെ സേതു ഇല്ല. സേതു പൊന്നുമടത്തിലായിരുന്നു. ശ്രീഹരിയും പല്ലവിയാണ് ലക്ഷ്മി അമ്മയ്ക്ക് കൂട്ടായിട്ട് അവിടെ ഉണ്ടായിരുന്നേ. പക്ഷേങ്കില് ഈ പറയുന്ന അവർക്കാർക്കും അറിയത്തില്ലോ, ഇന്ദ്രനായിട്ട് വേഷം മാറി തന്റെ അടുത്തേക്ക്, സേതുവായിട്ട് തന്റെ അടുത്തേക്ക് വേഷം മാറി വന്ന ഇന്ദ്രനാന്നുള്ള കാര്യം അത് വേണുഗോപാലിനൊട്ട് അറിയത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, നേരെ ലക്ഷ്മിയമ്മയെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്നു. പല്ലവിയാണ് ഒന്ന് കഥ തുറക്കണേ. അല്ലെ, അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഞെട്ടിപ്പോയി പല്ലവി. എന്തിനായിരിക്കും എന്തോ ഇങ്ങോട്ട് വന്നേന്നൊരു ചിന്തയായിരുന്നു. ആ സമയത്ത് പല്ലവി വെച്ചു, അല്ല എന്താ കാര്യം ചോദിക്കുകയാണ്. എന്തെങ്കിലും ലക്ഷ്മി ഇവിടെ ഇല്ലെന്ന് ചോദിക്കുക. അമ്മ ഇവിടെ ഉണ്ട്, അവളെ വിളിക്കുക, എനിക്ക് അവളെ കാണണമെന്ന് പറയണം. ആ സമയത്ത് ലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി വന്നു. ആരാ മോളെന്ന് ചോദിച്ചിട്ടുണ്ട്. വന്ന് കഴിയുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാലൻ നിൽക്കുന്നു. വേണുഗോപാലെ കണ്ടു കഴിഞ്ഞപ്പോ ലക്ഷ്മി ഒരു നിമിഷം ഒന്ന് അമ്പരന്നു. എന്തിനായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ ലക്ഷ്മി എന്നിട്ട് ചോദിച്ചു, എന്താ വേണുവേട്ടാ? വേണുവേട്ടൻ എന്താ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം. ഓ, എന്നെ നീ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലേ? ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് നീ ഓർത്തില്ലല്ലേന്ന് ചോദിക്കാം. എന്താ വേണുവേട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? കാര്യം എന്താ വെച്ചാ പറ. ഇനിയിപ്പം ഞാൻ മരിച്ചോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി വന്നാണോ? അതോ ഇപ്പം മരിച്ചിട്ടില്ലാത്തോണ്ട് അതിന്റെ സങ്കടം അറിയിക്കാൻ വേണ്ടി വന്നോണോ? ലക്ഷ്മി അമ്മയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എടി, മരിച്ചില്ല, നിന്നെ ഞാൻ കൊല്ലാൻ വേണ്ടി വന്നാന്ന് പറയണ. ഇത് കേട്ടോ പല്ലവി ഞെട്ടി. പല്ലവി വെച്ചു, ഇതേ സാർ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കാണ്. മനസ്സിലായില്ലല്ലേ? ആ സമയത്ത് ലക്ഷ്മിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, നിനക്ക് നഷ്ടപരിഹാരം വേണോ അല്ലേ? നഷ്ടപരിഹാരോ? എന്ത് നഷ്ടപരിഹാരം? നീ കൂടുതൽ രണ്ടിടത്ത് കളിക്കണ്ട. ഞാൻ പറഞ്ഞിട്ട് ഒന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്ക് ശ്രീഹരി അങ്ങോട്ട് ഇറങ്ങി വന്നു. ശ്രീഹരി വേണുഗോപാലിനെ ഒന്ന് നോക്കി. പെട്ടെന്ന് ശ്രീഹരിയുടെ മനസ്സിലേക്ക് വേണുഗോപാലിന്റെ മുഖം വന്നു. കാരണം ഇതിനു മുമ്പ്, കുറച്ചു നാള് മുമ്പ്, അന്ന് ഇന്ദ്രനെ കാണാനായിട്ട്, അതായത് സേതുവായിട്ട് ഇന്ദ്രൻ വേഷം മാറി ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അവിടേക്ക് വേണുഗോപാലിനെ കൊണ്ടുവിട്ടത് ഓട്ടോറിക്ഷയില് ശ്രീഹരിയായിരുന്നു. അന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനൊരു സേതുമാധവനെ കാണാനാ വന്നേന്ന്. അപ്പൊ നമ്പർ നോക്കി കഴിഞ്ഞപ്പോ നമ്പര് വേറെ ആരും താനും. അപ്പൊ ശ്രീഹരിക്ക് തോന്നി അത് എന്റെ സേതുവേട്ടനല്ലാന്ന്. അങ്ങനെ വേണുഗോപാലിനെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു നിമിഷം ശ്രീഹരി ഒന്ന് ആദ്യം പകച്ചു. പിന്നീട് അങ്ങോട്ട് വന്നിട്ട് ആ സാർ എന്താ ഇവിടെന്ന് ചോദിക്കുക. ആ സമയത്ത് വേണുഗോപാൽ ചോദിച്ചു, നീ എന്താ ഇവിടെ? അത് പിന്നെ ഇതാരാന്ന് മനസ്സിലായെന്ന് ചോദിക്കുക. ഇല്ല, എന്റെ സേതുവേന്റെ അമ്മയാന്ന് പറയണ. സേതുവേന്റെ അമ്മയോ? അത് കേട്ടപ്പം ഒന്നും മനസ്സിലാവാത്ത മട്ടിൽ വേണുഗോപാൽ എങ്ങനെ ചോദിക്കണം. അപ്പൊ ശ്രീഹരി സേതു തമ്മിലുള്ള ബന്ധം എന്താന്ന് മനസ്സിലായില്ല. ആ സമയത്ത് ശ്രീഹരി പറഞ്ഞു, ഞാൻ സേതുവേട്ടന്റെ പെങ്ങളുടെ ഭർത്താവാ ശ്രീഹരി എന്ന് പറയാ. ഓഹോ, അപ്പം നീ എവിടുത്തെ അംഗമാണല്ലേന്ന് ചോദിക്കുകയാണ്. എന്താ സാർ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഹോ, ആ സേതുമാധവൻ, അവൻ കാരണമാണ് ഇപ്പൊ എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. സേതുവേണോ? അതിന് സേതുവേണ സാറിനോട് എന്ത് തെറ്റാ ചെയ്തേ? എന്ത് തെറ്റാ ചെയ്തെന്നോ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കലെന്ന് പറയണം. അവനാ എല്ലാത്തിനും കാരണം. അത് കേട്ടപ്പോ ലക്ഷ്മിയമ്മ പറഞ്ഞതേ, വെറുതെ സേതുവിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. വേണോട്ടൻ കാര്യം എന്നാ വെച്ചാ പറ. ഇത് കേട്ടപ്പോ വേണുഗോപാല് പറഞ്ഞു, നഷ്ടപരിഹാരം 50 ലക്ഷം രൂപ അവനോട് നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുന്നേ. 50 ലക്ഷമോ? അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു, ദേ സാറിന് ആള് തെറ്റിപ്പോയതാ. സേതുവേണ്ട അത്രക്കാരനൊന്നുമല്ല. പിന്നെ എന്റെ അടുത്ത് വേണേ നിന്റെയൊക്കെ വിളച്ചില്. അപ്പൊ നിനക്കും ഇതിനകത്ത് മനസ്സറിവുണ്ടല്ലേ? ഇത് സാറേ വെറുതെ അനാവശ്യം പറയരുന്ന് പറയണം. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, വീട്ടിൽ കയറുമെന്ന് സാർ അനാവശ്യം പറയരുത്. സേതുവേണ്ട അങ്ങനെ ഒരിക്കലും ആരോടും പൈസ ചോദിക്കുന്നവരൊന്നും അല്ല. നിങ്ങൾ സേതുവേണ്ട തെറ്റിദ്ധരിച്ചിരിക്കുക. കൂടുതലൊന്നും പറയണ്ട നിങ്ങളാരും. പിന്നെ ലക്ഷ്മിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇടി 5ന്റെ പൈസ പോലും നിനക്ക് ഞാൻ തരത്തില്ല. നീ ആരാന്നാ വിചാരിച്ചിരിക്കുന്നേ? നിനക്ക് നഷ്ടപരിഹാരം വേണമല്ലേ? നിനക്ക് നിന്റെ മോനും തരാടി നഷ്ടപരിഹാരം തരാ, ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് കർണത്തിലിട്ട് ഒറ്റ അടിയായിരുന്നു. അത് കണ്ടതും പല്ലവി ശ്രീഹരിയൊക്കെ ഞെട്ടിപ്പോയി. ലക്ഷ്മിയമ്മ ശരിക്കും കറങ്ങിപ്പോയി. അതുപോലെ ഒരു തടിയായിരുന്നു കിട്ടിയത്. ഇനി ഇതുപോലെ നഷ്ടപരിഹാരം ചോദിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കൊന്നു കളയത്തോളും തന്നെ. ബാക്കി ഞാൻ വെച്ചേക്കില്ലെന്ന് പറഞ്ഞു. ആ സമയം ഓടി വന്നിട്ട് ശ്രീഹരി പറഞ്ഞു, സാർ എന്ത് പരിപാടിയെ കാണിച്ചേ? സാറിന് ആരെ തെറ്റിദ്ധരിപ്പിച്ച? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഇവിടെ വന്നു കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്.
ലക്ഷ്മിയമ്മ ഇപ്പൊ പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നുള്ളൂ. ഒരു ലക്ഷ്മിയമ്മ വന്നിരിക്കുന്ന പോലും ഇവളെ എന്റെ കൺമുന്നിൽ പോലും കണ്ടേക്കല്. ഇനി അവള് നഷ്ടപരിഹാരം ചോദിച്ചോണ്ട് മേലെടുത്ത് വീണ്ട പടി എങ്ങാനും ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവനെ മാത്രമല്ല, ഇവളെ മാത്രമല്ല, ഇവന്റെ മോനെ ഞാൻ അങ്ങ് തീർത്ത് കളയും. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അവൻ എന്നെ വന്ന് കണ്ടു. അവന്റെ അമ്മയ്ക്കും അവനും കൂടെ നഷ്ടപരിഹാരം വേണമെന്ന് ചോദിച്ചു. അത് മാത്രമല്ല, പല കഥകളും അവനാണ് എന്നോട് വന്ന് പറഞ്ഞത്. ലക്ഷ്മിയുടെ മകനാണ് അവനെന്നുള്ള കാര്യം അവൻ തന്നെ എന്നോട് വന്ന് പറഞ്ഞ്. ഇതെല്ലാം കേട്ടിഞ്ഞപ്പോ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ശ്രീഹരിയും പല്ലവിയൊക്കെ അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നീട് വേണുഗോപാൽ അങ്ങോട്ട് പോവാണ്. ആ സമയം കവളും തടവ് ഇങ്ങനെ ലക്ഷ്മിയമ്മ തരിച്ചു നിൽക്കുക. ഒരിക്കലും പ്രതീക്ഷയില്ല സേതു ഇങ്ങനെ പണി ചെയ്യുമെന്നുള്ള കാര്യം. അപ്പോഴേക്കും പല്ലവി വന്ന് ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, അമ്മ സേതുവിനെ തെറ്റിദ്ധരിക്കില്ല. സേതുവിന് ഒരിക്കലും പണത്തിന് വേണ്ടി ഇങ്ങനെയും ചെയ്യത്തില്ല. ആ സമയം ലക്ഷ്മി പറഞ്ഞു, പിന്നെ വേണുവേട്ടൻ വന്ന് വെറുതെ പറയുന്നതാണോ വിചാരിക്കുന്നേ? ശ്രീഹരി പറഞ്ഞു, എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് സാറിന്, അതുകൊണ്ട് സാർ ഇങ്ങനെയൊക്കെ പറയണേ. ഞങ്ങൾക്കറിയാവുന്ന സേതുവേട്ടന് അത്രക്കാരനല്ലെന്ന് പറഞ്ഞു. പക്ഷെ ലക്ഷ്മിയമ്മ ഒന്നും മിണ്ടിയില്ല. ലക്ഷ്മിയമ്മ കവളും തവളയ്ക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ശ്രീഹരി പല്ലവിയോട് പറഞ്ഞു, പല്ലവിയേച്ചി, ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടല്ലോ. അതാ എനിക്കും മനസ്സിലാകത്തെ. എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് ശ്രീഹരി. ഇനിയിപ്പൊ എന്തായതാന്ന് അറിയത്തില്ല. നഷ്ടപരിഹാരം ചോദിച്ചോണ്ട് ആരായിരിക്കും വേണുസാറിന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞു. ആ സമയം അതൊന്നും സേതു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സേതു പൊന്നുമടത്തിലെ പൂർണിമയുടെ ഒപ്പമായിരുന്നു. അപ്പൊ സേതു പൊന്നുമടത്തിലായതുകൊണ്ടാണ് ശ്രീഹരിയെ ഒരാള് ആണ് സഹായത്തിന് വേണമല്ലോ. അതുകൊണ്ടാണ് ലക്ഷ്മിയമ്മയുടെ പല്ലവിയുടെ അടുത്ത് ആക്കിയത് തന്നെ. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും സേതു വീട്ടിലേക്ക് വന്നു. അങ്ങനെ സേതു വീട്ടിലേക്ക് വരുന്ന സമയത്ത് ലക്ഷ്മിയമ്മ ഹാളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കവളിങ്ങനെ കൈയും കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുക. പൊത്തിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് കവളത്തെ പാട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സേതു ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് വരുന്നേ. പൂർണിമയെ കണ്ട സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ശ്രീഹരി പല്ലവി സേതുവിനെ ഇങ്ങനെ നോക്കുക. ആരും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ സേതു എന്നിട്ട് എന്ത് പറ്റി എല്ലാവർക്കും? ആകെ പഴയ ഗ്ലൂമിയുള്ളോ. ഇതെന്താ എന്റെ അമ്മ ഇങ്ങനെ ഇരിക്കണേ? അമ്മയ്ക്ക് എന്ത് പറ്റിയമ്മേ? അമ്മയുടെ മുഖമൊക്കെ വല്ലായിരിക്കുന്നുണ്ടല്ലോ. പിന്നീട് ശ്രീഹരിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എടാ നീ എന്തെങ്കിലും പറഞ്ഞ് എന്റെ അമ്മയെ വേദനിപ്പിച്ചോ എന്ന് ചോദിച്ചു. ശ്രീഹരി ഒന്നും മിണ്ടിയില്ല. പല്ലവിയോട് ചോദിച്ചു, സത്യം പറ പല്ലവി, നിങ്ങൾ ആരാ എന്റെ അമ്മയെ വേദനിപ്പിച്ചേ? ഒരു കാരണമില്ലാതെ എന്റെ അമ്മ സങ്കടപ്പെട്ടിരിക്കില്ല. ഞാൻ പോയി കഴിഞ്ഞപ്പോ മുതൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലവി പറഞ്ഞ്, സേതുവേട്ടാ എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു, സേതുവേട്ട ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതെ, ആ വേണുസാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വേണുസാറോ? അത് മയൂരിയുടെ അച്ഛൻ. എന്നിട്ടോ? ലക്ഷ്മിയമ്മയായിട്ട് വഴക്കുണ്ടാക്കിയെന്നോ? അതെ, നഷ്ടപരിഹാരം ചോദിച്ചെന്ന്. സേതുവേട്ടനോ അവരോട് പോയി നഷ്ടപരിഹാരം ചോദിച്ചെന്ന്. ലക്ഷ്മിയമ്മയുടെ കവളത്തടിക്കുകയൊക്കെ ചെയ്തെന്ന് പറയണം. ഒരു നിമിഷം സേതു ഒന്ന് ഞെട്ടി. സേതു പോയി ലക്ഷ്മിയമ്മയുടെ കവളത്ത് നോക്കുവാണ്. ആ കൈ അങ്ങോട്ട് മാറ്റിയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോ കവളത്ത് 5 വിരലും ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നു. സേതു പെട്ടെന്ന് ചോദിച്ചു, എന്താമ്മ ഇതെന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് ലക്ഷ്മിയമ്മ ചാടി ഇങ്ങനെ എഴുന്നേറ്റു. നിനക്ക് എന്താന്ന് മനസ്സിലായില്ലല്ലേ? സത്യം പറയടാ, നിനക്ക് പണം വേണമായിരുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കാൻ വരായിരുന്നോ? പക്ഷെ നീ എന്തിനാടാ വേണുവേട്ടനോട് അങ്ങനെ പോയൊക്കെ ചോദിച്ചേ? 50 ലക്ഷം രൂപ നിനക്ക് നഷ്ടപരിഹാരം വേണമല്ലേ? പണത്തിന് വേണ്ടിയിട്ടാണ്ടാ നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. ഞാൻ കരുതിയിട്ട് എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കുന്ന. ഇപ്പൊ എനിക്ക് മനസ്സിലായി, പെറ്റമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല നീ ഇങ്ങോട്ടേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് വന്നേ, പണത്തിന് വേണ്ടിയിട്ടായിരുന്നത്. അമ്മ എന്തൊക്കെയാ പറയണേ? നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി പണവും ചോദിച്ചോണ്ട് അങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വില പേശാനാ നിന്റെ വിചാരെങ്കില് ഒരു കാര്യം പറഞ്ഞാ, പിന്നെ നിന്റെ അമ്മ നിനക്കില്ലെന്ന് തന്നെ നീ കൂട്ടിയാൽ മതി. പിന്നെ ഈ ലക്ഷ്മി നിനക്ക് അമ്മയായിട്ട് ഒരിക്കലും ഉണ്ടാവത്തില്ല. അതും പറഞ്ഞ് ലക്ഷ്മി അമ്മ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം ശ്രീഹരിയുടെ അടുത്ത് സേതു പറഞ്ഞു, എടാ ശ്രീഹരി, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു, സേതുവേട്ടാ, ഒരു തവണ ഞാന് ഈ പറയുന്ന വേണുസാറിനെ ഒരു ഹോട്ടലിൽ കൊണ്ടുവിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ സാറിനോട് ചോദിച്ചു ആരെ കാണാനെന്ന് ചോദിച്ചു. പറഞ്ഞു, സേതു മാധവനെ കാണാനെന്ന് പറഞ്ഞു. എന്നെയോ? അതേനെ, ഹോട്ടലിൽ ഞാൻ കൊണ്ടേ വിട്ടതാ. പക്ഷെ അന്ന് ആ ഫോൺ നമ്പർ നോക്കി കഴിഞ്ഞപ്പോ ഞാൻ സേതുവിന്റെ നമ്പറല്ല കണ്ടേന്ന് പറയണം. അപ്പോഴേക്കും പല്ലി വെച്ചു, സത്യമാണ് ശ്രീരി നീ പറയണെന്ന് ചോദിക്കുക. അത് സേതുവേട്ടാ, ഇതിനകത്ത് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. പക്ഷേങ്കില് ഇപ്പൊ എല്ലാരും വിശ്വസിച്ചോണ്ടിരിക്കണേ സേതുവേട്ടനാണ് പോയി പണം ചോദിച്ചെന്നാ. സേതു പറഞ്ഞു, എനിക്ക് അതിന്റെ ആവശ്യം എന്താടാ ശ്രീരി? നിനക്കറിയാവുന്ന കാര്യല്ലേ, പണത്തിന് വേണ്ടി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന്. അങ്ങനെ ചെയ്യുന്നവനാണെങ്കിൽ എനിക്ക് എത്ര രൂപ എന്നേ ഉണ്ടാക്കായിരുന്നു. അന്നും ഇത് ഞാൻ പണത്തെ മോഹിച്ചിട്ടില്ല. എനിക്ക് എന്റെ അമ്മയുടെ സ്നേഹം കിട്ടണം, അത് മാത്രമായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നേ. എടാ, ഇവിടെ എന്തോ ചതി നടന്നിട്ടുണ്ട്. പല്ലേ പറഞ്ഞു, അതാ എനിക്കും തോന്നുന്നേ, എന്തോ ഒരു സംഗതി നടന്നിട്ടുണ്ട്. അതെന്താണെങ്കിലും കണ്ടെത്തുക തന്നെ വേണമെന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.